മുഹറം മാസം. വൈദ ഫറദ്നാ ബികുമുൽ ബഹറ ഫഅൻജയ്നാകും വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ. നമ്മൾ ബഹറിനെ, കടലിനെ രണ്ട് ഭാഗങ്ങളാക്കി. വൈദ ഫറദ്നാ ബികുമുൽ ബഹറ ഫഅൻജയ്നാകും വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ. നമ്മൾ കടലിനെ രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് മൂസ നബി അലൈഹി വസ്സലാത്തു വസ്സലാമിനെയും 16 ലക്ഷം ആളുകളെയും അതിലൂടെ നമ്മൾ രക്ഷപ്പെടുത്തിയത്. ഫിർഔനെയും 6 ലക്ഷം ആളുകളെയും ആ ചെങ്കടലിൽ മുക്കി നശിപ്പിച്ച മാസമാണ് മുഹറം മാസം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദിന്റെ തിക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മാസമാണ് മുഹറം മാസം. ആകാശത്തെ സൃഷ്ടിച്ച മാസമാണ് മുഹറം മാസം. ഭൂമിയെ സൃഷ്ടിച്ച മാസമാണ് മുഹറം മാസം. റിസ്ഖ് സൃഷ്ടിച്ച മാസമാണ് മുഹറം മാസം. മഴയെ സൃഷ്ടിച്ച മാസമാണ് മുഹറം മാസം. മഴയെ പെയ്യിപ്പിച്ച മാസമാണ് മുഹറം മാസം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ നങ്കൂരമിട്ട മാസമാണ് മുഹറം മാസം. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കണ്ണിന് കാഴ്ച ശക്തി തിരികെ 40 വർഷങ്ങൾക്ക് ശേഷം ലഭിച്ച മാസമാണ് മുഹറം മാസം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജയിൽ മോചിതനാക്കിയ മാസമാണ് മുഹറം മാസം. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദുൽഹിജ്ജ 1 മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ട് 40ാമത്തെ ദിവസം മുഹറം 10-നാണ്, മുഹറം മാസത്തിലാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രോഗം മാറ്റി കൊടുക്കുന്നത് മുഹറം മാസത്തിലാണ്. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശ ലോകത്തേക്ക് കൊന്നിട്ടുമില്ല, കുരിശിൽ കയറ്റിയിട്ടുമില്ല. ഈസ നബി ഉയർത്തപ്പെട്ടതും മുഹറം മാസത്തിലാണ്. ഇങ്ങനെ അനേകായിരം പവിത്രതകൾ അടങ്ങിയ ഒരു മാസത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ മാസത്തിൽ നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പാടില്ല, അത് ശരിയല്ല, അത് ദുശ്ശകരമാണ്, വളരെ വളരെ മോശമായ ഒരു ചിത്രീകരണമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആ മാസത്തിനെ അങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ, മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. അതുകൊണ്ട് ഒരു നോമ്പനുഷ്ഠിക്കുന്ന സമയമായതുകൊണ്ട് ഒരാൾ ഒരു സൽക്കാരം നടത്തുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞോണമെന്നില്ല. ആ നോമ്പിനെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമാണ് മുഹറം മാസത്തിൽ ആദ്യത്തെ 10 ദിവസത്തിൽ നിങ്ങൾ കുറ്റിയടിക്കാൻ പാടില്ല, വീടിരിക്കാൻ പാടില്ല, നിക്കാഹ് ചെയ്യാൻ പാടില്ല. അതിന്റെയൊക്കെ കാരണം അത് റമദാനിലും അങ്ങനെ തന്നെയാണ്. അതിപ്പോ തിങ്കളാഴ്ച ഒരു സൽക്കാര പരിപാടി നടത്തുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അത് വ്യാഴാഴ്ച ഒരു സൽക്കാര പരിപാടി നടത്തുകയാണെങ്കിലും സുന്നത്ത് നോമ്പിനെ മാനിച്ചുകൊണ്ടാണെങ്കിലും അത് എല്ലാവരുടെയും അങ്ങനെയാണ്, എല്ലാ ഭാവത്തിലും. അല്ലാതെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ശരിയല്ല എന്ന് പറയുന്ന അടിസ്ഥാനരഹിതമായ ചില വാക്കുകളെ നമ്മൾ മാനിക്കാൻ പാടില്ല. അത് തെറ്റാണ്. അസിലില്ലാത്ത, അടിസ്ഥാനമില്ലാത്ത ചില വാചകങ്ങളാണ്. നല്ല ദിവസങ്ങളാണ് മുഹറം മാസം. എന്നിട്ട് എന്താ ഉണ്ടായത്? ഈ ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നോമ്പിനെ മാനിച്ചിട്ടാണെങ്കിൽ നോമ്പില്ല, പരിപാടി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? ഈ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റണം. ഇത് നല്ല മാസമാണ്, നല്ല ദിവസമാണ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഈ മാസത്തിന്റെ പവിത്രതകളെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇത് ദിക്റുൻ നജയും ഇത് അശ്റത്തുൻ നജയാണ്. ഈ 10 ദിവസം വിജയത്തിന്റെ, ഒരു മനുഷ്യന് ഏറ്റവും നല്ല വിജയം നൽകാനുള്ള, വിജയം ലഭിക്കുന്ന 10 ദിനങ്ങളാണ് അശ്റത്തുൻ നജ. ഈ മുഹറം മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസം. ഇവിടെ ഒരു ദുആഉണ്ട്, ഒരു ദിക്ർ പഠിപ്പിച്ചു തരുന്നുണ്ട് ഹബീബായ റസൂലുള്ളാഹി. ദിക്റുൻ നജ, ഒരു ദിക്റുണ്ട്. അത് എന്റെ സഹോദരനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയ ദിക്റാണ്. ആ ദിക്ർ മുഹറം 1 മുതൽ 10 ദിവസങ്ങളിൽ ചൊല്ലുന്നത് വലിയ പുണ്യമാണ്. ആ ദിക്ർ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്റാണ്. ഇനിയോ ദുആഉൻ നജ, ഒരു ദുആഉണ്ട്. 10 ദിവസം ചൊല്ലേണ്ട പ്രത്യേക ഒരു ദുആ ഉണ്ട്. ആ ദുആ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ.
ഈ 10 ദിവസത്തെ വളരെ പവിത്രമായിട്ട്, വളരെ വിശുദ്ധമായിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളും അവിടെ അനുചരന്മാരും മഹാന്മാരും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഈ മാസം മറഞ്ഞു കാണുന്ന മാസത്തെ കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണ. ഒരാൾ മാസം മറഞ്ഞു കണ്ടാൽ എന്ന് പറഞ്ഞാൽ ഒരാൾ നോക്കുന്ന സമയത്ത്, മാസം കണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് അയാളുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു ഇലയോ ഒരു ഓലയോ അറിയാതെ എണ്ണിത്തിളങ്ങി പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ദുശ്ശകുനമാണ് എന്ന് നമ്മളിൽ പലരും തിരിച്ചിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല. ഒരടിസ്ഥാനവുമില്ലാത്ത, ഒരസുലുമില്ലാത്ത ചില വർത്താനങ്ങളാണ്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളോട് അല്ലാഹു പറഞ്ഞ യസ്അലൂനക അനിൽ അഹില്ല, നിങ്ങളോട് ഹിലാലുകളെ കുറിച്ച്, ചന്ദ്രനെ, ഈ മാസത്തെ കുറിച്ച് ആളുകൾ ചോദിക്കുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആ ചോദ്യത്തിന്റെ ആ ചർച്ചയുടെ ഇടയിലായിരുന്നു ചില സോഷ്യൽ മീഡിയകളിൽ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ചില ക്ലാസുകളിൽ നമ്മൾ കേട്ടത്. പ്രവാചകരെ, നബിയെ, അങ്ങയോട് ചോദിക്കും. ഖുർആനിക വചനമാണ്. അഹില്ലയെ കുറിച്ച്, ഹിലാലുകളെ കുറിച്ച്, മാസത്തെ കുറിച്ച് അങ്ങയോട് ചോദിക്കുമ്പോ അങ്ങ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അവരോട് നിങ്ങൾ പറയണം, ആ ഹിലാൽ എന്ന് പറഞ്ഞാൽ, ആ ചന്ദ്രമാസം എന്ന് പറഞ്ഞാൽ, മാസം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് സമയമറിയാനുള്ള ഒരു കാര്യം മാത്രമാണ്. അടുത്ത മാസമായോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു കാര്യം മാത്രമാണ് മാസം എന്നത്. അതിലപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെയോ മാസം കാണുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ദുആ ചെയ്യണമെന്നുണ്ട്. അല്ലാഹുമ്മ അഹില്ലഹു എന്ന് തുടങ്ങുന്നത് നീണ്ട ദുആയുണ്ട്. ആ ദുആയിലും മാസത്തിന്റെ ബറക്കത്ത് എന്നോ മാസത്തിന്റെ പുണ്യമെന്നോ ഈ കാണുന്ന അമ്പിളിമാമന്റെ പുണ്യം കൊണ്ട് എന്നോ അല്ലെങ്കിൽ അമ്പിളിമാമനെ എന്നും കാണിച്ചു തരണേ എന്നോ എന്ന വാചകങ്ങളൊന്നും ആ ദുആയിലുമില്ലല്ലോ. അതിന് പഠിപ്പിക്കുന്നത് തൗഹീദാണ്. പക്ഷേ അതിന്റെ ആരംഭവും അതിന്റെ അവസാനം പറയുന്നത് തന്നെ ഉണ്ടാവണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഈ മാസത്തിന്റെ ആരംഭവും അവസാനവും അല്ലാഹുവേ ഞങ്ങൾക്ക് നന്നാക്കി തരണേ എന്ന ഒരു ദുആയിൽ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള തൗഹീദിനപ്പുറം ആ മാസത്തെ വലിയ പർവ്വതീകരിച്ചു കൊണ്ടൊന്നും ആ ദുആയിലും ഹദീസുകളിലൊന്നും കാണുന്നില്ല. പക്ഷേ നമുക്കിടയിൽ അങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകൾ, ചില വിഷയങ്ങൾ അടിസ്ഥാനരഹിതമായി നമ്മളിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലോ അറിയാതെ കയറിക്കൂടിയിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മുഹറം എന്ന് പറയുമ്പോഴേക്ക് എല്ലാം കൊട്ടിയടക്കപ്പെട്ട്, ചില ആളുകളൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ആദ്യത്തെ 3 ദിവസം ജോലിക്കൊന്നും പോവില്ലായിരുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം അത് ആ മുഹറത്തെ ബഹുമാനിക്കാനാണെങ്കിൽ, മുഹറം മാസമാണല്ലോ, അതുകൊണ്ട് നോമ്പൊക്കെ എടുക്കാനുണ്ട്. ഞാൻ ഈ ദിവസം 3 ദിവസം, അതിപ്പോ റമദാനിലായി കഴിഞ്ഞാലും തല 3 നോമ്പ് നമ്മൾ ചെയ്യാറില്ല, ജോലിക്കൊന്നും പോവാറില്ല. അങ്ങനെയുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അത് വലിയ സന്തോഷമാണ്. അല്ലാതെ മറിച്ച് ഈ ദിവസങ്ങളൊക്കെ ദുശ്ശകുനത്തിന്റെ മോശമായ ദിവസമാണ് എന്ന ചിത്രീകരണം നമ്മൾ മാറ്റണം. അങ്ങനെയുള്ള ചിന്താഗതികൾ നമ്മൾ തിരുത്തി കൊടുത്ത് മുഹറം മാസത്തിനെ, മുഹറത്തിന്റെ ദിവസങ്ങളെ പരമാവധി പരിഗണിക്കുകയും അതിന്റെ മഹത്വം മാനിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുകയും നാളെ മുഹറം 1 ഇൻഷാ അല്ലാഹ് അടുത്ത ഞായറാഴ്ച, ഈ ഞായറാഴ്ചയില്ല, അടുത്ത ഞായറാഴ്ച മുഹറം 10 ഈ 10 ദിവസം വരെ സുന്നത്ത് നോമ്പ് നോക്കൽ, ഈ 10 ദിവസം നോമ്പനുഷ്ഠിക്കൽ പ്രത്യേക സുന്നത്താണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ദിക്റിനെ, ഈ ദുആഇനെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെല്ലുകയും ഒക്കെ ചെയ്താൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ പുണ്യമുണ്ടാകും, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ രക്ഷയുണ്ടാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതുപോലെ ഒരുപാട് മാസങ്ങളെ വരവേൽക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ചെറുതായി ദുആ ചെയ്യുന്ന പ്രിയം അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا ومولانا محمد. اللهم اوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا محمد المصطفى صلى
ജബ്ബാറായ ലോകരക്ഷിതാവായ സർവാധിനാഥനായ അല്ലാഹ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഹിജ്റയുടെ ഒരു വർഷം ഞങ്ങളിൽ നിന്ന് അകന്നുപോയി, ഒരു വയസ്സ് അകന്നുപോയി, ചുരുങ്ങിപ്പോയി. ഇനി എത്ര കാലം ഞങ്ങൾ ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല. ആരോഗ്യമുള്ള ആയുസ് നൽകണേ അല്ലാഹ്, ആഫിയത്തുള്ള ആയുസ് നൽകണേ അല്ലാഹ്. അല്ലാഹ് മുഹറത്തിനെ എല്ലാ രീതിയിൽ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഇന്ന് മുതഅല്ലിമീങ്ങൾക്ക് ഉച്ചക്കും രാത്രിയും ഭക്ഷണം, അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ വൈകുന്നേരം ചായയും. അല്ലാഹുവേ അവർക്കൊക്കെ അവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനേ, അങ്ങനെ ഒരുപാട് പേര് ഈ കൂട്ടത്തിലുള്ള പലരും ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. എല്ലാവരുടെ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനേ. ഈ പള്ളിയുടെ ചുറ്റുഭാഗവും അന്ത്യവിശ്രമം കൊള്ളുന്ന ഉപ്പമാർ, ഉമ്മമാർ, ലിപ്പമാർ, ലിമ്മമാർ, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, സുഹൃത്തുക്കൾ എല്ലാവരുടെ ഖബറും നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വാക്ക് പറഞ്ഞു മരിക്കാനുള്ള അവസരം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരു സഹോദരന്റെ ഹലാലായ മുറാദ് ഹാസിലാവാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. അത് ഖൈറാണെങ്കിൽ നീ റാഹത്തിനും സന്തോഷത്തിനും ആക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കാര്യങ്ങളിലെല്ലാം നീ ഖൈർ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മഹല്ലിലെ പ്രവർത്തനങ്ങളെ, പള്ളിയെ, മദ്രസയെ, അവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ, മദ്രസ വിദ്യാർത്ഥികൾ എല്ലാവരെയും നീ ഉയർച്ചയിലും ഇഫ്ഫത്തിലുമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവസാനത്തെ ജുമഅയാക്കരുത് റഹ്മാനെ. ഇത് അവസാനത്തെ ഇൽമിന്റെ സദസ്സാക്കരുത് അല്ലാഹ്. സ്വീകരിക്കല്ലാഹ്. റബ്ബനാ അസ്മിൽ ലനാ നൂറനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ